നീ എന്തേ പറയുന്നു രാമ? അതെ മുത്തശ്ശ, നമ്മുടെയൊക്കെ കോഫിയിൽ മധുരമാണുള്ളത്. അശോകിന്റെയും അഞ്ജുവിന്റെയും കോഫിയിൽ മാത്രം ഉപ്പ്. അതെങ്ങനെ സംഭവിച്ചേ? അപ്പൊ വേണമെന്ന് വെച്ച് ആരോ ചെയ്തതല്ലേ? How could you do this, Mema? സാധന, എന്താ ഇത്? റാം, ഞാൻ വേണോന്ന് വെച്ച് ഉപ്പിട്ടതല്ല. ഉണ്ടായതെന്താന്ന് വെച്ചാ... അയ്യോ മേമ, പ്ലീസ് നിങ്ങൾ കരയല്ലേ. എന്തെങ്കിലും ചെറിയ കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? ഉപ്പിട്ട് തന്നിട്ട് ഇരുന്ന് കുടിക്കുന്നുണ്ടല്ലോ. വാ തുറന്ന് പറഞ്ഞ എന്താണ് നിനക്ക്? എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്റെ ഫാമിലി എന്ന നിലയ്ക്ക് നിങ്ങൾ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്ര തന്നെ ഇവനും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താന്ന് വെച്ചാ അവൻ നമ്മളിൽ ഒരാൾ തന്നെയാണ്. അവൻ എനിക്ക് എന്റെ ചേട്ടനേക്കാളും മുകളില. നിങ്ങളെല്ലാവരും എനിക്ക് ഒരു കുറവും വരുത്താതെ തന്നെ ഇത്ര നാളും എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതേപോലെ തന്നെ അശോകനെ ദയവ് ചെയ്ത് ട്രീറ്റ് ചെയ്യേ. അവന് വേദനിച്ചാൽ ഒരിക്കലും എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. എനിക്ക് ഈ വീട്ടിൽ എത്ര റെസ്പെക്ട് കിട്ടുന്നുണ്ടോ അതേ റെസ്പെക്ട് നിങ്ങൾ അവനും കൊടുക്കണം. അപ്പു, നീ എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? കാം ഡൗൺ. അവളിത് വേണോന്ന് വെച്ച് ചെയ്തതല്ലോ. അശോക് പറഞ്ഞത് കേട്ടില്ലേ? അടുക്കളയിൽ വെച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായതായിരിക്കും. ഇതിനൊക്കെ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എങ്ങനെയാ? ഭാർഗവി സാധനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇത് ഇവള് ഫിക്സ് ചെയ്ത മാച്ചാ. അതെ മോനെ രാമ, മുൻപൊരിക്കല് ഞാൻ കോഫി ചോദിച്ചപ്പോ ഒരുപാട് പഞ്ചസാര ഇട്ട് തന്നു. എന്തോ ഈയിടെയായി കാര്യങ്ങളിലൊക്കെ എന്തോ പ്രശ്നം കാണുന്നുണ്ട്. എന്താ മോളെ സാധന ഇതൊക്കെ? എന്താ സംഭവിച്ചെന്ന് വെച്ചാ എല്ലാവർക്കും കൂടെ കോഫി ഉണ്ടാക്കിയപ്പോ 2 പേർക്കുള്ള കോഫി കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടെ കോഫി ഉണ്ടാക്കി. പുതിയ വീടല്ലേ, പഞ്ചസാര പാത്രവും ഉപ്പിന്റെ പാത്രവും ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നു. രണ്ടാമത് കോഫി ഉണ്ടാക്കിയപ്പോ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പായിട്ടെന്നാ തോന്നുന്നത്. അതാ സംഭവിച്ചറ. സത്യമായിട്ടും അതാ സംഭവിച്ച. സാധന, നീ അത് വിട്. അതിന് നീ ഇത് വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. നിന്റെ തലവിധി ആ 2 കപ്പ് ഇവർക്ക് തന്നെ കിട്ടിപ്പോയി. അതിപ്പോ ഇവിടെ എല്ലാവർക്കും നീ വേണോന്ന് വെച്ച് ചെയ്തതാണെന്ന് തന്നെ തോന്നും. അപ്പോ എന്താ ഉണ്ടായതെന്ന് അവളായിട്ട് തന്നെ പറഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? ഒന്ന് സമാധാനിക്കാൻ നോക്ക്. അശോക്, അഞ്ജലി, സത്യമായിട്ട് ഞാൻ വേണോന്ന് വെച്ചിട്ടല്ല. ദയവേത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഐ ആം സോറി. അയ്യോ മേമ, നിങ്ങൾ എന്തിനാ സോറി പറയുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. വിട്. ഇവനും തീരെ ബോധമില്ല. ചെറിയ എന്തെങ്കിലും കണ്ടാ ദേഷ്യം പിടിച്ചോളൂ. അടങ്ങിയിരുന്നോളെ നിനക്ക്. അപ്പോ എന്താടീ ചെയ്യുന്നേ? ഒന്ന് ഇങ്ങോട്ട് മാറിക്കേ. ഇറ്റ്സ് ഓക്കെ മേമ, എനിക്കറിയാം കോഫി ഉണ്ടാക്കാൻ. എടാ, അവള് വേണോന്ന് വെച്ച് ചെയ്തതല്ലോ. അവൾക്ക് അറിയാതെ ഒരു തെറ്റ് പറ്റിയതല്ലേ. നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. എല്ലാം എന്റെ തെറ്റാറാം.
സോറി. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. സോറി റാം. നേരത്തെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ആവില്ല. ഞാൻ ഉണ്ടാക്കിക്കോളാം, മാറ്. ഞാൻ പറഞ്ഞില്ലേ മേമ, എനിക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഇറ്റ്സ് ഓക്കെ. കണ്ടോ പാപ്പച്ചി, റാമു ചെയ്യുന്നത് നീ കണ്ടോ? ഞാൻ നേരത്തെ വിഷം തന്നാലും കുടിക്കുമെന്ന് പറഞ്ഞില്ലേ? അതെന്റെ ഏറ്റവും വലിയ ചങ്ങാതിക്ക് വേണ്ടിയാ. എത്ര വലിയ സിറ്റുവേഷൻ വന്നാലും എന്റെ റാം എന്നെ അകറ്റി നിർത്തില്ല എന്ന് എനിക്കറിയാം. ഇവൻ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഈ ചെറിയ ചെറിയ അപമാനം ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, സങ്കടപ്പെടുത്തിയിട്ടുമില്ല. ഐ എം റിയലി സോറി സാധന മേമ. അശോകനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനെ അപമാനിച്ചാൽ എനിക്കത് സഹിച്ചിരിക്കാൻ കഴിയില്ല മേമ. ആ വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. സോറി. ഐ എം റിയലി സോറി ഇഫ് ഐ ഹേർട്ട് യു. എല്ലാം എന്റെ തെറ്റാ റാം. ഐ എം സോറി. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ഐ നോ മേമ. ഐ എം റിയലി സോറി മേമ. ഇറ്റ്സ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. നീ എന്തിനാ രാമ എന്നോട് സോറി പറയുന്നേ? ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഒന്നുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു. വി ആർ സോറി. ഭാഗ്യം നീയൊന്ന് കൂളായല്ലോ. വീണ്ടും ഞങ്ങളുടെ ഒപ്പമായല്ലോ. ഞങ്ങൾക്ക് അത് മാത്രം മതി. താങ്ക്സ് മേമ. മേമ കോഫി റെഡി ആയിട്ടുണ്ട്. മേമ തന്നെ കൊണ്ട് അശോകന് കൊടുക്കുക. ഹി വിൽ ലൈക്ക് ഇറ്റ്. താങ്ക്സ് മേമ. അശോക്, അഞ്ജലി, നടന്നതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കരുത്. വി ആർ റിയലി സോറി. അവള് വേണോന്ന് വെച്ച് ചെയ്തതല്ല. ഒന്നും മനസ്സിൽ വെക്കണ്ട. ഈ കോഫി അപ്പു തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. മനസ്സിൽ വെക്കാൻ വേണ്ടി മാത്രം ഒന്നുമില്ല മാമ. ഇവിടെ അതോർത്താരും വിഷമിക്കണ്ട. ഹേയ്, ഇപ്പൊ എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ആയില്ലേ? ആദ്യം നീ കോഫി കുടിക്കുന്നിട്ട് പറയാൻ എങ്ങനെയുണ്ടെന്ന്. നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അമൃതായിരിക്കും. കുടിക്കേ. നന്നായിട്ടുണ്ടടാ. ഈ റാമിന്റെ ആഞ്ജനേയ സ്നേഹബന്ധത്തെ പോലെ രാമശോക് ബന്ധത്തെ ഭാർഗവി എങ്ങനെയൊക്കെ ബൗൾ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. ഇവളും വിടില്ല. അച്ഛാ, നമുക്ക് ഇറങ്ങിയാലോ? ആ മോളെ, പോവാൻ നോക്കാം. ഭാർഗവ്, മാച്ച് ഡ്രോ ആയില്ലേ? ഇറങ്ങിയേക്കാം. ഇറങ്ങട്ടെ. ഓ, ബൈ.
ഹേയ്, ഇതെന്താണ് ഈ പുതിയ ശീലങ്ങളൊക്കെ? എടാ, താങ്ക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രേഞ്ചറിനെ പോലെ മാറ്റി നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ വേണ്ടപ്പെട്ടവരെ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ ഹൃദയം നിറയുന്ന പോലെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ചേട്ടനും അനിയത്തി ഇങ്ങനെ ഇമോഷണൽ ആയാലും എങ്ങനെ? നീ ആണെങ്കിൽ ഡയലോഗ് കിങ്, ഇവളാണെങ്കിൽ ഗ്ലിസറിന്റെ ബ്രാൻഡ് അംബാസഡർ. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിക്കോ. നിന്റെ ചേട്ടത്തെ നീ വേണം ഇങ്ങോട്ട് ക്ഷണിക്കാൻ, അല്ലടാ? അടങ്ങടാ. അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ ഏട്ടാ. എനിക്കൊരു നല്ല ചേട്ടത്തി വേണമെന്ന് പറഞ്ഞ് കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രത്തിലേക്ക് പോയി ഒരു തേങ്ങ അടിച്ചിട്ട് വന്നാ മതി. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ആഞ്ജനൻ ഇവനെ അനുഗ്രഹിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ചേട്ടൻ ഓൾറെഡി ചേട്ടത്തെ കണ്ടെത്തിയെന്നോ? ആണോ ചേട്ടാ? പിന്നല്ലാതെ നമ്മുടെ പ്രിയ എന്ത് പ്രേ ആ, പറയേട്ടാ. അതെ, പ്രിയ തമ്മയെ കിട്ടാനുള്ള സാധ്യത ഇവന് കാണുന്നുണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. ആദ്യം രാമൻ സീതയെ കെട്ടട്ടെ, എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചേക്കാം. ഓക്കെ? എന്റെ പൊന്നു, നിങ്ങളുടെയൊക്കെ പെണ്ണിനെ നിങ്ങൾ തന്നെ കണ്ടെത്തുവോ അതോ ഞാൻ ഇനി കണ്ടെത്തേണ്ടി വരുമോന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരേ മണ്ഡപത്തില് 2 കല്യാണം നടന്നുകൂടാന്നൊന്നും ഇല്ല. വെരി ഗുഡ് ഐഡിയ. അപ്പൊ പിന്നെ നിനക്ക് ഒരു ചെക്കനെ കണ്ടെത്താലോ? 3 പേർ കൂടെ ഒരേ മണ്ഡപത്തിൽ വെച്ചും കിട്ടിയേക്കാം, അല്ലേ അശോക? എന്താടാ? ഓക്കെ, ബൈ ഗൈസ്. ബൈ. ഇങ്ങനൊരാൾ കൂടെ ഉണ്ടെങ്കിൽ എത്ര അപമാനിച്ചാലും അപമാനം തോന്നുന്നില്ല. നിനക്ക് ഇങ്ങനത്തെ ഒരു ചെറുക്കനെ കിട്ടട്ടെ. ഇത്തവണ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ജോലി പെട്ടെന്ന് തീർക്കണം. വാലന്റൈൻസ് ഡേയുടെ മുമ്പേ. നിനക്കിതാ ഡെഡ് ലൈൻ. വേഗം ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ചരൺ, ദാ ഇപ്പോ ഈ നിമിഷം ഇറങ്ങിക്കോളൂ. ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ നീ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല റാം. ഇറ്റ്സ് എ പ്രോമിസ്. സാത്വിക മുഖലക്ഷണമുള്ള ഒരുത്തിയെ പ്രപ്പോസ് ചെയ്യാൻ ഇറങ്ങിയതാണല്ലേ? ട്രൈ യുവർ ലക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ റാം. എന്താ? എനിക്ക് ബെയില് തരുമെന്നോ? പക്ഷേ നീ അവർക്കൊരു ജോലി ചെയ്തു കൊടുക്കണം. ആർക്കെങ്കിലും വേണ്ടി ഞാൻ ജോലി ചെയ്യാറില്ല. എന്റേതായ ജോലി ചെയ്യാൻ ഒരു ടീം സ്വന്തമായിട്ടുള്ളവനാ. ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വരാൻ പറ. നിങ്ങൾക്ക് ബെയില് തരാൻ പോകുന്നത് ആരാന്ന് വെച്ചാ ആരാ? ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമകള്. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതായത് ആ കമ്പനിയിലല്ലേ സീത ജോലി ചെയ്യുന്നത്? അവരെന്തിനാ എനിക്ക് ബെയില് തരുന്നത്? നീ എന്തൊക്കെ ചെയ്യണം, ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യേണ്ടത്, അത് ചെയ്താ നിനക്കെന്ത് ലാഭം, എല്ലാം വഴി അറിയും. ആദ്യം യെസ് ഓർ നോ എന്ന് പറ. അയ്യോ രാമരാമ, ഇഡലി ഉണ്ടാക്കാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, മറന്നുപോയല്ലോ. ഷോ രാമരാമ, സിഹി എന്തേ കാണിക്കുന്നേ? സീതമ്മ, ബെല്ലി ആകെ വൃത്തികേടായി. അതുകൊണ്ട് ഞാൻ ബെല്ലിനെ കുളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കണ്ടോ എത്ര ഫ്രഷ് ആയിരിക്കുന്നെന്ന്? ഫ്രഷ് ഒക്കെ ആയിട്ടുണ്ട്. പുറത്ത് എന്തോരം വെള്ളം പോയെന്ന് കണ്ടോ? സീതമ്മ, ഇതാലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. ഇതൊക്കെ ഞാൻ തുടച്ചു കളഞ്ഞോളാം. നീ നന്നായിട്ട് തുടയ്ക്കും. സീതമ്മ, ആ, ഞങ്ങളുടെ സ്കൂളില് റീമേക്കിങ്ങും ആക്ടിവിറ്റിയും ഉണ്ട്. അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നോ സീതമ്മ? ഷോ രാമരാമ, ഞാൻ മറന്നുപോയല്ലോ. നീ പോയി വാങ്ങിക്കൊണ്ട് വരുമോ? വേണ്ട വേണ്ട, നീ ഹോംവർക്ക് തീർത്തോ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. അയ്യോ രാമരാമ. സിഹി, എന്തൊക്കെ വേണമെന്നാ പറഞ്ഞേ?
എന്തിനാ ചിരിക്കുന്നേ? നിന്റെ സീതമ്മയ്ക്ക് മറവി തുടങ്ങിയെന്ന് കരുതിയോ? അതുകൊണ്ടല്ല സീതമ്മ, നീ കൊറേ നേരമായിട്ട് എന്റെ ഫ്രണ്ടിനെ ഓർത്തോണ്ടിരിക്കുക. നിന്റെ ഫ്രണ്ടിനെയോ? ഞാൻ എന്തിനാ അവനെ ഓർക്കുന്നേ? സീതമ്മ പുറത്തു നിന്ന് രാമരാമാന്ന് പറഞ്ഞു, ഇവിടെ വന്ന് രാമരാമ പറഞ്ഞു, റൂമിൽ നിന്നും രാമരാമാന്ന് പറഞ്ഞില്ലേ? സീതമ്മ, നീ രാമരാമാന്ന് വിളിക്കുമ്പോ എന്റെ ഫ്രണ്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നല്ലായിരുന്നല്ലേ? അയ്യോ കണ്ടോ, നീ ചിരിക്കുമ്പോ എത്ര ക്യൂട്ടാണെന്ന് നിനക്കറിയാമോ? പക്ഷേ നീ എന്റെ പ്രിൻസിപ്പാളിനെ പോലെ എപ്പോഴും മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഞാൻ എന്താ നിന്റെ പ്രിൻസിപ്പൽ മാമിനെ പോലെ വെച്ചാണോ ഇരിക്കുന്നത്? രാമാ, എന്റെ സീതമ്മയുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി വെക്കണേ രാമാ. ഒന്നുമില്ല. നീ ആദ്യം ഇതൊക്കെ വൃത്തിയാക്കിയിട്ടെ, ഞാൻ പോയി ആവശ്യമുള്ള മെറ്റീരിയൽസ് വാങ്ങിട്ട് വരാം. അത് കഴിഞ്ഞ് എന്തായി സീതമ്മ? അത് കഴിഞ്ഞപ്പോ രാജകുമാരിയെ രക്ഷിക്കാൻ രാജകുമാരൻ വന്നു. എന്നിട്ട് അവർ രണ്ടുപേരും സന്തോഷായിട്ട് കഴിഞ്ഞു. ആണോ? പക്ഷേ ഇതൊക്കെ കഥയാണ് കേട്ടോ സിഹി. നീ വലിയ കുട്ടിയായി കഴിഞ്ഞാ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ നീ തന്നെ വേണം നിന്നെ സംരക്ഷിക്കാൻ. രാജകുമാരൻ വരും, നിന്നെ രക്ഷിക്കും എന്നൊന്നും വിചാരിച്ച് കാത്തിരിക്കില്ലേ. അങ്ങനെ നീ കാത്തിരുന്ന കഷ്ടപ്പാടുകൾ തീരില്ല, ജീവിതോട്ട് മുന്നോട്ട് പോവുകയില്ല. സീതമ്മ, അന്ന് എന്റെ ഫ്രണ്ട് വന്ന് നിന്നെ സേവ് ചെയ്തിരുന്നില്ലേ? അന്ന് എന്റെ ഫ്രണ്ട് രാജകുമാരൻ, നീ രാജകുമാരി അല്ലേ സീതമ്മ? സീതമ്മ, എന്റെ ഫ്രണ്ട് രാജകുമാരനെ പോലെ തന്നെ ഫൈറ്റ് ചെയ്തിരുന്നത്. കുതിരപ്പുറത്ത് വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് കാറുണ്ട്. സീതമ്മ, അപ്പൊ ഈ കഥയിൽ പറഞ്ഞത് സത്യം തന്നെയല്ലേ? സീതമ്മ, ഇനി എപ്പോഴും നീയും എന്റെ ഫ്രണ്ടും ഇല്ലേ രാജകുമാരനെ രാജകുമാരിയെ പോലെ ഹാപ്പി ആയിരിക്കോ? സിഹി, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ആപത്ത് വരുമ്പോ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത് അത് നമ്മുടെ വിഡ്ഢിത്തമാണ്. സെൽഫ് റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ധൈര്യത്തോടെ എന്തിനേയും നേരിടാൻ പറ്റണം. എപ്പോഴും നീ നല്ലത് മാത്രം ചെയ്യണം. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും.
പോലും അറിയാതെ എൻ്റെ ലൈഫിൻ്റെ എല്ലാ കോർണറിലും അവനുണ്ടല്ലോ. ആകാശത്തൊട്ടിലുണ്ട്, പറത്തിയ പട്ടങ്ങളിലുണ്ട്, എൻ്റെ മോളുടെ കുഞ്ഞു ഹൃദയത്തിൽ നിറയെ അവനുണ്ട്. എൻ്റെ ലൈഫിലെ നല്ലൊരു ഫ്രണ്ടാണെന്നുള്ള സ്ഥാനം നേടിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എത്ര ആഴമുള്ളതാണെങ്കിലും അദ്ദേഹമാണ് എൻ്റെ ബോസ്. അത് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. സീത, നിന്റെ പേര് ഇതിലും വലുതായി ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെ കൊത്തിവെച്ചാണെന്ന് അറിയാമോ സീത നിനക്ക്? അതൊരിക്കലും ആരെ കൊണ്ടും മായ്ച്ചു കളയാൻ സാധിക്കില്ല. വിധി നമ്മളെ കളിപ്പിക്കുന്നത് നീ കണ്ടില്ലേ? നീ എന്നെ എത്രയൊക്കെ അകറ്റി നിർത്തിയാലും എൻ്റെ കയ്യിലിരിക്കേണ്ട ഒരു സാധനം നിന്റെ കയ്യിലുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ കയ്യിലുണ്ടാവേണ്ടത് നിന്റെ കയ്യിലുണ്ട്. ഇതിന് നമ്മൾ എന്താ പറയുക? ഒരു മനുഷ്യന് സിമ്പിളായും ഹമ്പിളായും ജീവിക്കാൻ പഠിക്കണമെങ്കിൽ നിന്നെ നോക്കി പഠിച്ചാൽ മാത്രം മതി. ഞാനും നീയും സിഹിയും നമ്മളൊരു ഫാമിലി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കത് മാത്രം മതിയായിരുന്നു. ഇതൊക്കെ എന്നെങ്കിലും സത്യമാവോ? എനിക്ക് നിന്നോട് എപ്പോഴും ഇതൊക്കെ തോന്നിയത്, ഈ ഫീലിംഗ് ഒക്കെ എവിടെ വെച്ചാ തുടങ്ങിയതെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ബട്ട് ഐ എം ഷുവർ ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇവിടെ വെച്ച് ഞാൻ ഇത്ര ഈസി ആയിട്ടൊക്കെ പറയുന്നുണ്ട്. നിന്റെ മുന്നിൽ വന്നാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഒരു കാര്യം സത്യമാണ്, എന്നെക്കാട്ടിലും നീയാണ് സ്ട്രോങ്. മനസ്സിലുള്ളത് നീ മുഖത്ത് നോക്കി പറയും. ഞാൻ നിന്നോട് ഇതൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വാക്കുകൾ എൻ്റെ നാവിൻ്റെ തുമ്പത്തെത്തുമ്പോൾ അതങ്ങനെ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോകും.